ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം, പിന്നെ ഒരു 2 വീലർ ബൈക്ക് വേണം, പിന്നെ ലൈസൻസും വേണം. ലൈസൻസ് പാൻ കാർഡും വേണം, അക്കൗണ്ട് നമ്പറും ഒരു അക്കൗണ്ടും ഉണ്ടായിരിക്കണം. ഇനി എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ആപ്പ്, ഈ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അത് നമുക്ക് ഓക്കെ എടുക്കുക. പെർമിഷൻ ഇരിക്കും. വൈൽ യൂസിങ് ദ ആപ്പ് ഫസ്റ്റ് നോക്കുക. എന്നിട്ട് അലൗ കൊടുക്കുക. പിന്നെയും ഓക്കെ കൊടുക്കുക. ഇതിൽ നമുക്ക് അലൗ ദ ഓൾ ദ ടൈം എന്നുണ്ടാവും, അതാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നത്. എന്നിട്ട് ഇംഗ്ലീഷ് കൊടുക്കുക. ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നു. OTP വന്നു. ലോഡാവുന്നുണ്ട്. ഇതാ ലോഡായി വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബെനിഫിറ്റ് കാണിക്കും. നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ GPS ട്രാക്ക് തന്നെ സ്വിച്ച് അവർ ഇതാകുന്നത് കണ്ണൂരാണ്. ഇത് സ്വിച്ച് മാറ്റാം. ചേഞ്ച് സ്വിച്ച് നമുക്ക് നമ്മളുടെ ജില്ല അതുകൂടെ നമുക്ക് സ്വിച്ച് മാറ്റാം. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൻ്റെ വർക്കിംഗ് സെറ്റിംഗ് ഇത് 3 ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് വർക്കിംഗ് സെറ്റിങ്സിൽ പെട്രോൾ നിങ്ങളുടെ സൈക്കിൾ ഐഡിയാണ് വേണ്ടത്. പെട്രോൾ നിങ്ങൾക്ക് സൈക്കിളാണുള്ളത് അല്ലെങ്കിൽ സ്കൂട്ടറാണുള്ളതായിരിക്കും. പെട്രോൾ കൊടുക്കുന്നു. എൻ്റെ സ്കൂട്ടറാണുള്ളത്. സ്കൂട്ടർ കൊടുക്കുന്നു. സൈക്കിൾ കൊടുക്കുന്നു. സൈക്കിൾ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളെ കണ്ണൂർ ടൗൺ. നിങ്ങൾക്ക് നിങ്ങൾ എവിടെ സോണ് വേണ്ട സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് കണ്ണൂരിലാവുന്നത്, അതുകൊണ്ട് കണ്ണൂർ ടൗണാണ് ഞാൻ കൊടുക്കുന്നത്. മെയിനായിട്ട് കണ്ണൂർ ടൗൺ കൊടുക്കുന്നു. എനിക്ക് കണ്ടിന്യൂ കൊടുക്കുന്നു. എൻ്റെ ഫ്രൂട്ട് ഇവിടെ കണ്ണൂർ ഫുഡ് മാത്രമേ ഉള്ളൂ. ഫുഡും പാർസൽ ഐറ്റംസാണ്. ഇത് കണ്ടിന്യൂ കൊടുക്കുക. എൻ്റെ വർക്ക് ഇപ്പോൾ ഷിഫ്റ്റ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. ഫുൾ ടൈം മാത്രമേ കാണിക്കുന്നുള്ളൂ. 6 days a week അപ് ടു 15 വീക്കിൽ കാണിക്കും. ഇത് ഓക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് ഓക്കെ ആയി. നിങ്ങളുടെ പ്രൊഫൈലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പ്രൊഫൈൽ സ്റ്റാർട്ടിന് കൊടുക്കുക. നിങ്ങളുടെ നെയിം ഇപ്പോൾ എൻ്റെ പേര് റിജാസ്. ഇത് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ ശരിയായിട്ടുള്ള അക്കൗണ്ട് നമ്പറിന് കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും മാറിപ്പോയാൽ പിന്നെ പേയ്മെൻറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക. എല്ലാം 2-3 പിന്നെ എൻ്റർ അടിക്കുക. പിന്നെ നിങ്ങളുടെ ബാങ്ക് ഏതാണ്, ആ ബാങ്കിൻ്റെ പേര് കൊടുക്കും. പിന്നെ IFSC കോഡ് ഇത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് നെയിം കൊടുക്കുന്നു. IFSC കോഡ് ഒന്നെങ്കിൽ IFSC കോഡ് നിങ്ങൾ പാസ്ബുക്കിൽ ഇട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ കയറി നിങ്ങളുടെ IFSC കോഡ്, നിങ്ങളുടെ ബ്രാഞ്ച് നെയിം, ബാങ്ക്, ഇത് 3 ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. IFSC കോഡ് കിട്ടും. ഇത് വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത് കണ്ടിന്യൂ കൊടുക്കുക. ഇത് നമ്മുടെ ആധാർ കാർഡും പിന്നെ ഏതെങ്കിലും ടീച്ചേഴ്സ് കൊടുത്ത് ഇതാക്കുക. നമ്മൾ ഫസ്റ്റ് ആധാർ കാർഡ് കൊടുക്കണം. അതുപോലെ പാൻ കാർഡും കൊടുക്കണം. അത് രണ്ടും നിർബന്ധമാണ്. ഇത് കണ്ടിന്യൂ കൊടുക്കുക. നമ്മളെ സെറ്റായി. നിങ്ങൾ ഡോക്യുമെൻറ്റ് സെറ്റ് ചെയ്താൽ പിന്നെ അടുത്ത സെൽഫി ചോദിക്കും. ആ സെൽഫിയും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡണ്ണായി. പിന്നെ പ്രൊഫൈൽ ഓക്കെ ആയി. പിന്നെ മൂന്നാമത്തേതാ ഓർഡർ ഡെലിവറി കിറ്റാണ്. നമുക്ക് സ്റ്റാർട്ട് നൗ കൊടുക്കുക. സ്റ്റാർട്ട് ബാഗ് പ്രീ ബുക്കിംഗ് കൊടുക്കുക. നമ്മുടെ സൈസ് സ്മോളാണ്. നിങ്ങളുടെ സൈസ് ഏതാ കൊടുക്കുക. ഓക്കെ. നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ ഇതിലൊക്കെ ലാൻഡ്മാർക്ക്, പിൻകോഡ്, സിറ്റി എല്ലാം കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഡെലിവറി ആവും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 24 മണിക്കൂറിനുള്ളിൽ സ്വിഗ്ഗിയുടെ ഭാഗത്തുനിന്ന് കോൾ കിട്ടും. ആ ഡോക്യുമെൻറ്റിൽ കറക്റ്റാണെങ്കിൽ മാത്രമേ കോൾ കിട്ടൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫെയിൽഡാണെങ്കിൽ കോൾ കിട്ടൂല. കറക്റ്റ് ഫോട്ടോയിൽ എടുത്തു കൊടുക്കാൻ പറയുക. കറക്റ്റ് ലെവൽ എടുത്തു കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്യൂ. സെൽഫി നല്ല ക്ലിയർ ആയിട്ടുള്ള സെൽഫി കൊടുക്കാൻ ശ്രമിക്കുക. അക്സെപ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ സ്വിഗ്ഗിൻ്റെ ഭാഗത്തുനിന്ന് കോൾ കിട്ടും. സ്വിഗ്ഗിയുടെ ഒരു കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾ കോൾ ചെയ്യും. ഇത് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന് തന്നെ ഓർഡർ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഓർഡർ എടുക്കുക. 2 ഓർഡർ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ടീഷർട്ട് മേഘം അവർ സെൻഡ് ചെയ്യൂ. അതുകൊണ്ട് മാക്സിമം 2 ഓർഡർ എടുക്കുക. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വേറെ ആവശ്യമുള്ള 2 ഓർഡർ എടുക്കുക പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ടീഷർട്ട് മേഘം കിട്ടും. പിന്നെ 1 മാസം കറക്റ്റായി ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോയിൻ ബോണസ് കിട്ടും. 5000 ലെവലാണ് ഇപ്പോൾ ജോയിൻ ബോണസ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ആ റെഫറൽ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ റെഫറൽ കോഡ് വേണമെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതിൽ കയറി ജോയിൻ ചെയ്യാം. ഇപ്പം നല്ല ലെവൽ ഓടുന്നതാണ് റെഫറൽ കോഡ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാലേ എനിക്കൊന്നും കാര്യമുള്ളൂ, അല്ലാണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതായത് ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തു, അതിനെക്കൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യമുള്ളതെന്ന് തോന്നുന്നില്ല. ചിലക്ക് ജോയിൻ ബോണസ് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല എന്ന് കുറേ ആൾ പറയുന്നുണ്ട്. നിങ്ങൾ റെഫറൽ കോഡ് ഉപയോഗിക്കുക. എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ പേയ്മെൻറ്റ് എങ്ങനെ കയറുന്നു ഞാൻ പറയാം.
ഇത് നമുക്ക് പേയ്മെൻറ്റ് കയറുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്താൽ ആ ദിവസത്തെ പേയ്മെൻറ്റ് അടുത്ത ദിവസം 12 മണിയാകുമ്പോൾ കയറും. രാവിലെ 9 മണി രാത്രി 10 മണി വർക്ക് ചെയ്തു. ഈ ഏണിങ്സ് അടുത്ത ദിവസം രാത്രി 7 മണിക്കാണ് പ്രോസസ്സിങ് ആവുക. എന്നുവെച്ച് കയറുന്നത് രാത്രി 12 മണിക്കൂറിൽ അക്കൗണ്ടിലേക്ക് കയറും. അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി 24 മണിക്കൂർ 48 മണിക്കൂറിന് കമ്പനി പറയുന്നത് അതിനുള്ളിൽ കയറും. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ജോയിൻ ഫീ ഉണ്ടാവും. ജോയിൻ ഫീ 500 വരിക. എനിക്ക് കണ്ണൂർ 500. അത് 2 വീക്കെൻഡ് 250 വെച്ചാണ് എൻ്റെ പിടിച്ചത്. നിങ്ങൾക്ക് 250 തന്നെ ആയിരിക്കും. കണ്ണൂരുള്ളവർക്ക് 250 വരുന്നത്. ആഴ്ചക്ക് കൂടിപ്പോയി 500 അത്രേ വരുന്നുള്ളൂ. അല്ല, ഫുൾ ടോട്ടൽ എമൗണ്ട് 500. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.